Hi all. Today discussed about Diploma Civil Engineerലെ തേർഡ് സെമസ്റ്റർ BCCM അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന സബ്ജക്റ്റാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഡയറക്റ്റ് സബ്ജക്റ്റിലോട്ട് പോവാം. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. 5 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ആർട്ടിഫിഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്, സ്പെഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്, റീസൈക്കിൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. അതിൽ ഫസ്റ്റ് ആണ് നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്. ദ മെറ്റീരിയൽ ഈസ് ദാറ്റ് ആർ ഒക്യുറിങ് നാച്ചുറലി ഇൻ ദി എൻവയോൺമെൻറ്റ് ആർ നോൺ ആസ് എ നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്. നമുക്ക് എൻവയോൺമെൻറ്റിൽ ഒക്യുർ ചെയ്യാൻ പറ്റും, അതായത് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സാൻഡ് നമുക്ക് കിട്ടുന്നതാണ്, ക്ലേ കിട്ടുന്നതാണ്, ഗ്രേവൽസ് കിട്ടുന്നതാണ്, റോക്ക് കിട്ടുന്നതാണ്, മിനറൽസ്, മെറ്റൽസ്, ഇതൊക്കെ നാച്ചുറലി നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് എൻവയോൺമെൻറ്റിൽ നിന്ന്. ഇതിനെയാണ് നാച്ചുറൽ ബിൽഡിംഗ് മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നത്. Artificial building materials are those which are manufactured artificially and used in different type of constructions. നമുക്ക് മാനുഫാക്ചർ ചെയ്യണം. ഇപ്പോൾ ഫാക്ടറിയിലൊക്കെ മാനുഫാക്ചർ ചെയ്യാറുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഇപ്പോൾ കോൺക്രീറ്റ് ആയിക്കോട്ടെ, ബ്രിക്ക് ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ഇങ്ങനത്തെ മെറ്റീരിയലുകളെ, ഇത്തരം ടൈപ്പ് മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്. സ്പെഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. ദ മെറ്റീരിയൽ ആർ മാനുഫാക്ചർഡ് സ്പെഷ്യലി ആൻഡ് പോസസ് വേരിയസ് പ്രോപ്പർട്ടീസ് ആർ നോൺ ആസ് എ സ്പെഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെയാണ്, പക്ഷേ സ്പെഷ്യൽ ആയിരിക്കും. സ്പെഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പോൾ PVC, അതിന് ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? PVC, അതായത് പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ പോളി പ്രൊപ്പൈലൈൻ ഫൈബേഴ്സ് ഒക്കെ ഇതിന് എന്താ എക്സാമ്പിളാണ്? സ്പെഷ്യൽ ബിൽഡിംഗ് മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വരുന്നതാണ് റീസൈക്കിൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ദ ബിൽഡിംഗ് മെറ്റീരിയൽസ് ദാറ്റ് ആർ യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽ ആർ നോൺ ആസ് എ റീസൈക്കിൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. നമ്മളിപ്പോൾ റീസൈക്കിൾഡ്, അതായത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ കൊണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അതിനാണ് ടിമ്പർക്രീറ്റ്, ഫെറോക്ക്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? റീസൈക്കിൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫിനിഷിംഗ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ദ മെറ്റീരിയൽ ദാറ്റ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് എ സ്മൂത്ത് ഫിനിഷിംഗ് ഓഫ് സർഫസ് മേസൺറി സ്ട്രക്ചേഴ്സ് ആർ നോൺ ആസ് ഫിനിഷിംഗ് മെറ്റീരിയൽ. ലൈം, പ്ലാസ്റ്റർ, പെയിൻറ്റ്, ഇതൊക്കെ നമ്മൾ എന്താണ്? ഫിനിഷിംഗ് മെറ്റീരിയൽസ്. നമ്മളെ ബിൽഡിങ്ങിൽ ലാസ്റ്റ് വരുന്ന ഫിനിഷിംഗ് വർക്കുകൾക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഇതിനെയാണ് ഫിനിഷ്ഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതാണ് 5 ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ബിൽഡിംഗ് സ്റ്റോണിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ആണ് സ്ട്രക്ചർ ഓഫ് സ്റ്റോൺ. സ്ട്രക്ചർ ഓഫ് സ്റ്റോണിൽ നമ്മൾ നോക്കാനുള്ളത് ഇഗ്നീഷ്യസ് ഒറിജിനുള്ള സ്റ്റോൺ ആണോ എന്ന് മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. രണ്ടാമത് വരുന്നതാണ് ഹാർഡ്നെസ്. ഹാർഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ സെവറൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോൺ എടുത്തിട്ട് അതിന് അബ്രാഷൻ ടെസ്റ്റ് ചെയ്തിട്ട് സ്പെഷ്യലി, അതായത് റബ്ബ് വിത്ത് ഈച്ച് രണ്ടും കൂടി റബ്ബ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ടെസ്റ്റ് പഠിക്കുന്നുണ്ട്, ലോസ് ആഞ്ചലസ് അബ്രാഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെന്താണ്? 2 കല്ലുകൾ തമ്മിൽ റബ്ബ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വിയറും ടിയറും ഒക്കെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. റോഡിനും റെയിൽവേക്കൊക്കെ നോക്കുമ്പോൾ റെയിൽവേക്കൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റോണുകൾ നല്ല ഹാർഡായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഹാർഡ്നെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കല്ലിന് ഒരുപാട് കാലം വെതറിങ് ആക്ഷൻ ആയിട്ടുള്ള വിൻഡ്, റെയിന്, ഇതൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പോറോസിറ്റി ആൻഡ് അബ്സോർപ്ഷൻസ്. അത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. പോറോസിറ്റി കൂടുമ്പോൾ അബ്സോർപ്ഷൻ എന്ത് ചെയ്യും? കൂടും. അതായത് പോറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷിരങ്ങളാണ്. അതിൻ്റെ ഇടയിൽ വെള്ളം കൂടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോൺ എന്താവും? ബ്രേക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പോറോസിറ്റി കൂടുമ്പോൾ അബ്സോർപ്ഷൻ കുറയും. അത് നേരെ ഓപ്പോസിറ്റ് ആയാലോ? പോറോസിറ്റി കുറയുമ്പോൾ അബ്സോർപ്ഷനും കുറയും. അപ്പോൾ ഡാമേജ് ഈസി ആയിട്ടൊന്നും സംഭവിക്കില്ല. പോറോസിറ്റി കുറയുമ്പോൾ, അബ്സോർപ്ഷൻ കുറയുമ്പോൾ ഡാമേജ് ഉണ്ടാവില്ല. നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രെങ്ത്. ലോഡിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെങ്ത് എന്ന് പറയുന്നത്.
ലോഡിനെ വിക്സ്റ്റാൻഡ് ചെയ്യാൻ, അതായത് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലോഡ് വരുന്നുണ്ടായിരിക്കും ആ ഒരു സ്റ്റോണിലേക്ക്. അതിനെ വിക്സ്റ്റാൻഡ് ചെയ്യാനുള്ള ആ കഴിവിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അപ്പിയറൻസ് ആൻഡ് കളർ. അപ്പിയറൻസ് ആൻഡ് കളർ എന്ന് പറഞ്ഞാൽ നല്ല കളർ കൂടിയ സ്റ്റോണുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ ആർക്കിടെക്ചറലായിട്ടുള്ള യൂസേജിനാണ് ഉപയോഗിക്കുന്നത്. അതിനെന്തായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, അതേപോലെ ഡ്യൂറബിലിറ്റി അപ്പോൾ കുറവായിരിക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷേ ഡ്യൂറബിൾ കുറവായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ടെക്സ്ചർ ഓഫ് സ്റ്റോണ്. ക്ലോസ് ഗ്രെയിനഡ് ആണെന്ന് വെച്ചാൽ, അതായത് അടുത്തടുത്ത് കോമ്പാക്റ്റഡ് ആയത് കാരണം ഒരുപാട് കാലം നിലനിൽക്കും. ടെക്സ്ചർ എന്ന് പറയുന്നത് ക്ലോസ് ഗ്രെയിനഡ് ആയിട്ടുള്ള സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നിലനിൽക്കുന്ന പറയുന്നത്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ലാട്രൈറ്റ് ഓഫ് സ്റ്റോൺ. ലാട്രൈറ്റ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു മെറ്റാമോർഫിക് റോക്കാണ് ലാട്രൈറ്റ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. അതിന് റെഡിഷ് കളറായിരിക്കും അല്ലെങ്കിൽ യെല്ലോ ഓറഞ്ച് കളറായിരിക്കും. അയണും അലുമിനിയം കണ്ടൻ്റ് ആയിരിക്കും അതിൽ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഈ ലാട്രൈറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കേരളത്തിൽ മലബാർ റീജിയനിൽ നിങ്ങളൊക്കെ കാണുന്നത് തന്നെയാണ് ഈ ലാട്രൈറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത്. മലബാർ റീജിയനിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ക്യോറിങ് ഓഫ് സ്റ്റോൺ. ക്യോറിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ക്യോറിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. റോക്കിൽ നിന്നും സ്റ്റോണിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യോറിങ് എന്ന് വിളിക്കുന്നത്. റോക്കിൽ നിന്നും സ്റ്റോണിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക, അതായത് അത് മാറ്റിയെടുക്കുക. റോക്കായിരിക്കും നമുക്ക് ആദ്യം ഉണ്ടാവുക, അതിനെ സ്റ്റോൺ ആക്കി എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നതാണ് ക്യോറിങ്. ചെക്ക് ചെയ്തതിന് മാത്രമേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ റോക്കിൽ നിന്ന് സ്റ്റോൺ എടുക്കുന്നത് ആ റോക്കിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ക്യോറിങ് എന്ന പ്രോസസ്സ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് മെത്തേഡ് ഓഫ് ക്യോറിങ്. 4 മെത്തേഡുകളാണുള്ളത്. 1 ക്യോറിങ് ബൈ ഡിക്കിങ് ഓർ എക്സ്കവേഷൻ, 2 ക്യോറിങ് ബൈ ഹീറ്റിങ്, 3 ക്യോറിങ് ബൈ വെഡ്ജിങ്, 4 ക്യോറിങ് ബൈ ബ്ലാസ്റ്റിങ്. ഒന്നാമത്തെ ഇതാണ് ക്യോറിങ് ബൈ ഡിക്കിങ് ഓർ എക്സ്കവേറ്റിങ്. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന, അതായത് സ്റ്റോണിനൊക്കെ എക്സ്കവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പിക്കാക്സ്, ഹാമേഴ്സ്, ഷവല്, ചിസല്, ഇങ്ങനത്തെ സാധനങ്ങൾ ദ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ആ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കാണുന്ന എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതെല്ലാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിഗ്ഗിങ് അല്ലെങ്കിൽ എക്സ്കവേഷൻ പ്രോസസ്സ് നടത്തുന്നത്. യൂഷ്വലി ആയിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റോണിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അല്ലാതെ ഹാർഡായിട്ടുള്ള സ്റ്റോണിൽ നമുക്ക് ഒരിക്കലും ഈ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. രണ്ടാമത്തതാണ് ഹീറ്റിംഗ് മെത്തേഡ്. ഹീറ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോക്കിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുക, റോക്കിനെ ഹീറ്റ് ചെയ്യുക. ഹൈ ടെമ്പറേച്ചറിൽ റോക്കിനെ ഹീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫിഗറിൽ കാണിക്കുന്ന പോലെ തന്നെ വുഡ് ആയിരിക്കും അവിടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. അവിടെ ചീപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വുഡാണ്. അപ്പോൾ വുഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അൺഈക്വലായിട്ട്, അതായത് ഈക്വൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ അല്ല, അൺഈക്വൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ നടക്കും. എവിടെ, അപ്പർ ലെയറിൽ, സ്റ്റോണിൻ്റെ അപ്പർ ലെയറിൽ അൺഈക്വൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ നടക്കും. അത് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞ പിക്കാക്സ്, ഹാമറൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കുക, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ക്യോറിങ് ബൈ വെഡ്ജിങ്. ക്യോറിങ് ബൈ വെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്രാക്ക് വന്ന ഭാഗത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്റ്റീൽ വെഡ്ജ് യൂസ് ചെയ്തുകൊണ്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കും. എവിടെയാണ് എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഹാമർ യൂസ് ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യാണ് ചെയ്തത്. അതായത് ഷിഫ്റ്റ് ചെയ്യുക. ബ്ലോക്ക് ഓഫ് സ്റ്റോണിനെ നമ്മളവിടെ എവിടെയാണോ ക്രാക്ക് വന്നത് അവിടെ കൊണ്ടുപോയിട്ട് സ്റ്റീൽ വെഡ്ജ് വെക്കും. എന്നിട്ട് ആ സ്റ്റീൽ വെഡ്ജിൻ്റെ മുകളിലോട്ടായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യും. സ്റ്റീൽ വെഡ്ജ് യൂസ് ചെയ്തിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു സ്റ്റീൽ വെഡ്ജിൻ്റെ മുകളിൽ ഹാമർ വെക്കും. ഹാമർ വെച്ചിട്ട് സ്യൂട്ടബിളായിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഓൾറെഡി ക്രാക്കില്ല, അപ്പം നമുക്കൊരു പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. അതാണ് പ്ലഗ് ആൻഡ്
ഫർദേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ഒരു ലൈനിൽ, ഇപ്പോൾ ഈ ഫിഗർ ഒന്ന് നോക്കുക, ഫസ്റ്റ് ഫിഗറിൽ നോക്കുക, ഒരു ലൈനിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ലൈനിൽ ഹോൾ ഡ്രിൽ ചെയ്യുക, അതായത് റോക്കിൻ്റെ മുകളിൽ ഒരു ലൈനിലായിട്ട് റോക്ക് ഡ്രിൽ ചെയ്തതിന് ശേഷം, അതായത് അതിൻ്റെ ഡയമീറ്റർ സൈസ് ഉണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് 10 to 15 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു ഹോൾ കഴിഞ്ഞ് അടുത്ത ഹോൾ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 to 15 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഡെപ്ത്, ആ ഹോളിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 20 to 25 സെൻറ്റിമീറ്റർ ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുകയാണ്, പ്ലഗ് ആൻഡ് ഫർദേഴ്സ് പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് പ്ലഗിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാമർ വെച്ച് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഹാമർ വെച്ചിട്ട് താഴ്ത്തുമ്പോൾ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും. രണ്ടാമത്തെ ഫിഗറിൽ നോക്കൂ, ഫർദേഴ്സ് 2 സൈഡിലേക്കായിട്ട് മാറും. എന്നിട്ട് മുകളിൽ പ്ലഗ് വെക്കും. പ്ലഗ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹാമർ വെച്ചിട്ട് നമ്മൾ അടിക്കുമ്പോൾ എന്തുണ്ടാവും, താഴത്തേക്ക് ക്രാക്ക് അങ്ങനെ ഫോം ചെയ്യും. ക്രാക്ക് ഫോം ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റീൽ വെഡ്ജോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ക്രാക്ക് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. പിന്നെ ലാസ്റ്റ് മെത്തേഡാണ് ബ്ലാസ്റ്റിങ്. ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രാക്ക് ഒന്നും ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലോസ് ചെയ്യണം. അതായത് യൂസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ഗൺ പൗഡർ പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബ്ലാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ. ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്റ്റോണിനെ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പം നമുക്ക് റോക്കിൽ നിന്ന് കിട്ടിയ അതേ സ്റ്റോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ഷൻ വർക്കിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്റ്റോണിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഡ്രസ്സ് ചെയ്യിക്കണം. സ്റ്റോണിനെ കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സർഫസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെയാണ്, പർപ്പസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കത് എന്തൊക്കെ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാന്ന് അറിയണ്ടേ. ഗുഡ് ലുക്കിങ്, നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ജോയിൻസ്, ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ജോയിൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പെർട്ടിക്കുലർ കൺസ്ട്രക്ഷന്, ചില കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഒരു നല്ലൊരു അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വർക്ക് ഡിമാൻഡിനൊക്കെ അനുസരിച്ച് ഈ ഡ്രസ്സിങ് ഒക്കെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇടാറാണ് പതിവ്. വർക്കിൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ട്, ഇപ്പോൾ നമുക്ക് ആ പ്ലേസിലേക്ക് ഇന്ന സൈസിലുള്ള സ്റ്റോൺ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യാറ്. നെക്സ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് എന്ത് പറയുന്നത്, ടിമ്പർ എന്ന് പറയുന്നത്. ടിമ്പറിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മൈക്രോ സ്ട്രക്ചർ എന്നും മാക്രോ സ്ട്രക്ചർ എന്നും. മൈക്രോ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അണ്ടർ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മാക്രോ സ്ട്രക്ചർ നേരെ ഓപ്പോസിറ്റ്, നാക്ഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്നത്, വിത്ത് നാക്ഡ് ഐ. ഇനി മൈക്രോ സ്ട്രക്ചർ കൺസിസ്റ്റ് ഓഫ് എ ലിവിങ് ആൻഡ് ഡെഡ് സെൽസ്. നമുക്ക് എന്തൊക്കെ കാണാം, ലിവിങ് സെൽസ് കാണാം, ഡെഡ് സെൽസ് എല്ലാം കാണാൻ പറ്റും. ലിവിങ് സെൽസ് എന്ന് പറയുന്നത് മെംബ്രെയിൻ ഉണ്ടായിരിക്കും, പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും, സാപ്പ് ഉണ്ടായിരിക്കും, കോർ ഉണ്ടായിരിക്കും. ഇനി അതിൽ തന്നെ കണ്ടക്റ്റീവ് സെൽസ് ഉണ്ട്. കണ്ടക്റ്റീവ് സെൽസ് എന്ന് പറയുന്നത് റൂട്ടിൽ നിന്ന് വേറെ പാർട്സിലേക്ക് നമുക്ക് ന്യൂട്രിയൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കണ്ടക്റ്റീവ് സെൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് മെക്കാനിക്കൽ സെൽസ്. മെക്കാനിക്കൽ സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈറ്റ്ലി ഇൻ്റർകണക്റ്റഡ് സെൽസ് ആണ്, സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ട്രീസിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് മെക്കാനിക്കൽ സെൽസ്. മൂന്നാമത്താണ് സ്റ്റോറേജ് സെൽസ്. എക്സ്ട്രാ ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യുക, അതായത് ട്രീസിൽ വന്ന എക്സ്ട്രാ ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, സ്റ്റോറേജ് സെൽസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് മൈക്രോ സ്ട്രക്ചർ. മൈക്രോ സ്ട്രക്ചറിൻ്റെ ഒരു എക്സോജീനിയസ് ആയിട്ടുള്ള ട്രീയുടെ ക്രോസ് സെക്ഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഓരോ പാർട്സുകളായിട്ട് നമ്മൾ പഠിക്കും. പിത്ത്, സെൻറ്റർ പോർഷൻ, അതായത് ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പിത്ത്. ന്യൂട്രിയൻസ്, യങ് ഏജിൽ ന്യൂട്രിയൻസ് കൊടുക്കുന്നത്, അതായത് ടിമ്പറിന് ന്യൂട്രിയൻസ് കൊടുക്കുന്നത് പിത്താണ്. പിത്തിനെ വേറെ വിളിക്കുന്ന പേരാണ് കോർ അല്ലെങ്കിൽ മെഡുല. നെക്സ്റ്റ് വരുന്ന പാർട്ടാണ് ഹാർഡ് വുഡ്. ഇന്നർ ആംഗുലർ റിംഗ് സറൗണ്ടിങ് പിത്ത്,
അതായത് ഭിത്തിന് ചുറ്റും വരുന്ന ആനുവൽ റിങ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാർഡ് വുഡ്. ഡാർക്ക് കളറായിരിക്കും. എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്നതും ഈ ഹാർഡ് വുഡ് ആയിരിക്കും. അതേപോലെ ഹാർഡ് വുഡും ക്യാമ്പിയത്തിൻ്റെയും ഇടയിൽ വരുന്നതാണ് സാപ്പ് വുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ അൽബേർ എന്ന് വിളിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അതേപോലെ ലൈറ്റ് കളറായിരിക്കും. ഇറ്റ്സ് എ ആക്റ്റീവ് പാർട്ട്, അതായത് ഗ്രോത്തിൽ വരുന്ന ആക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സാപ്പ് വുഡ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ക്യാമ്പിയൻ ലെയർ. സാപ്പ് വുഡിൻ്റെയും ഇന്നർ ബാർക്കിൻ്റെയും ഇടയിൽ വരുന്നതാണ് ക്യാമ്പിയൻ ലെയർ എന്ന് പറയുന്നത്. അതായത് സാപ്പ് വുഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാമ്പിയൻ ലെയർ യൂസ് ചെയ്യുന്നത്. ഇനി അത് ഇന്നർ ബാർക്കാണെന്ന് വെച്ചാലോ, അതായത് ഒരു പ്രൊട്ടക്റ്റീവ് ഇന്നർ ലെയർ ആണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ക്യാമ്പിയൻ ലെയറിനെ കവർ ചെയ്ത് നിൽക്കുന്നതാണ് ഇന്നർ ബാർക്ക് എന്ന് പറയുന്നത്. ഔട്ടർ ബാർക്ക് ഔട്ടർ മോസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ടർ കോർട്ടെക്സ് എന്ന് വിളിക്കാറുണ്ട്. ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ട്രീ എന്ന് പറയുന്നത് എന്താണ്? ഔട്ടർ ബാർക്കാണ്. നെക്സ്റ്റ് വരുന്നതാണ് മെഡുലറി റേസ്. തിൻ റേഡിയൽ ലെയർ എക്സ്റ്റെൻഡ് ടു പിത്ത് ടു ക്യാമ്പിയൻ ലെയർ. പിത്ത് മുതൽ ക്യാമ്പിയൻ ലെയർ വരെ ഒരു ലെയർ ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലൊന്ന് നോക്കിയാൽ മനസ്സിലാവും മെഡുലറി റേസ് എന്ന് പറയുന്നത്. അതാണ് ഹോൾഡ്, അതായത് ആനുവൽ റിങ്സ് മുതൽ ഹാർഡ് വുഡിനെയും സാപ്പ് വുഡിനെയും ഒക്കെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ആരാണ്? മെഡുലറി റേസ് ആണ്. ഇനി പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ടിമ്പർ ആണ്. ടിമ്പറിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഒന്നാമത്തത് കളറാണ്. യൂണിഫോം ആയിട്ടുള്ള ഒരു കളറായിരിക്കും ഉണ്ടാവുക. ഇനി അത് ക്യാരക്ടേഴ്സിനനുസരിച്ച്, അതായത് മോസ്റ്റ് ട്രീസ് ആർ ക്യാരക്ടറൈസ് ആസ് ഷോ വേരിയേഷൻ ഫ്രം ട്രീ ടു ട്രീ. അതായത് ട്രീ ടു ട്രീ വരുമ്പോൾ മോസ്റ്റ് ഓഫ് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ലൈറ്റ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീക്ക് ടിമ്പറിനെയാണ് ലൈറ്റ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നതാണ് അപ്പിയറൻസ്. അപ്പിയറൻസ് എന്ന് പറയുന്നത് സ്മെൽ ഈസ് എ ഗുഡ് പ്രോപ്പർട്ടി. അതായത് സ്മെൽ എന്ന് പറയുന്ന ഒരു ഗുഡ് പ്രോപ്പർട്ടിയാണ്. അതിന് ഫ്രഷ് കട്ട് ടിമ്പറിന്, ഒരു ഫ്രഷായി കട്ട് ചെയ്ത ടിമ്പറിന് നല്ലൊരു ഗുഡ് സ്മെൽ ഉണ്ടായിരിക്കും. ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഡാമേജ് അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിമ്പർ ആണെങ്കിൽ അതൊരു ഹാർഡ്നെസ് ആണ്. അതായത് ടിമ്പറിന് ഹാർഡായിട്ട് നിൽക്കാൻ പറ്റും, ഡാമേജ് ഇല്ലാതെ നിൽക്കാൻ വേണ്ടി സാധിക്കുന്ന പറയുന്നത്. മോയ്സ്ചർ കണ്ടൻറ്റ്, വാട്ടർ, അതായത് അബ്സോർബ്ഡ് വാട്ടർ, ഇപ്പം അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഹ്യൂമിഡിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെയൊക്കെ വാട്ടർ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലേക്ക്, അതായത് ടിമ്പറിൻ്റെ ഉള്ളിലേക്ക് വരാറുണ്ട്. ദ ടിമ്പർ മോയ്സ്ചർ കണ്ടൻറ്റ് ഈസ് ഹൈ, ദ ടിമ്പർ ക്വാളിറ്റി ഈസ് ലോ. ടിമ്പറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഹൈ ആവുമ്പോൾ അതെന്ത്, ക്വാളിറ്റി ലോ ആക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ എന്ത്, ഫംഗൽ അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ടഫ്നെസ്. ടഫ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കേപ്പബിലിറ്റി, ഷോക്സ്, ജെർക്ക്, ആൻറ്റി ബൈൻഡിങ് അതേപോലെ അൺസ്പ്ലിറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ടഫ്നെസ് കാരണമാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഡ്യൂറബിലിറ്റി. ഇപ്പോൾ ഒരുപാട് കാലം നിലനിൽക്കണം, ഫംഗസും ഇൻസെക്ട്സും ഒന്നും ഇല്ലാതെ ഒരുപാട് കാലം നിലനിൽക്കണമെങ്കിൽ അതിന് ഫംഗൽ അറ്റാക്കും കാര്യങ്ങളൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഗുഡ് ടിമ്പറിന് അതുണ്ടായിരിക്കും. അതാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ടിമ്പറിന് ഒരു ഗുഡ് സൗണ്ട് ആയിരിക്കും. ഡിഫക്ട്ലെസ് എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടി ഓഫ് ടിമ്പർ ഫ്രം സൗണ്ട് ഫ്രീ ആയിരിക്കും. അതേപോലെ എന്ത്, ഡിഫക്ട്ലെസ് ട്രീസ് ഫ്രീ ഫ്രം സാപ്പ്, ഷേക്ക്, ഡെഡ് നോട്ട്, ഇതൊന്നും ഉണ്ടാവില്ല. അതായത് ഡിഫക്ട്ലെസ് ആയിരിക്കും എന്ന് പറയുന്നത്. നല്ലൊരു ടിമ്പർ ഡിഫക്ട്ലെസ് ആയിരിക്കണമല്ലോ, അതിന് സൗണ്ട്ലെസ് ആയിരിക്കണം. അതേപോലെ സാപ്പ്, ഷേക്ക്, ഡെഡ് നോട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ പറയുന്നത് ഇത് ഉണ്ടാക്കുന്നത് യൂസസ് ഓഫ് ടിമ്പർ പറയുന്നത് ഗുഡ് സ്ട്രെങ്ത് ആണ് വെച്ചാൽ ബീം, കോളം, ട്രസ്, പൈൽസൊക്കെ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ പറയുന്നത് നാച്ചുറലി ആണ് നമുക്ക് അവൈലബിൾ ആണ്, അതേപോലെ എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം. പിന്നെ ടെമ്പററി വർക്കായിട്ടുള്ള സ്കഫോൾഡിങ്, സെൻറ്ററിങ് ഒക്കെ, ആർച്ചിൻ്റെയൊക്കെ സ്കഫോൾഡിങ്ങും സെൻറ്ററിങ്ങും ഒക്കെ നടക്കാറില്ലേ, അതിലൊക്കെ റഫ് ടിമ്പർ, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പാർട്സുകളൊക്കെ സ്കഫോൾഡിങ്ങിനും സെൻറ്ററിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. പിന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റണം, സൈസിലും ഷേപ്പിലും ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഡോറ്, വിൻഡോ, റൂഫിങ്, ഫർണിച്ചർ വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യാനും വേണ്ടി സാധിക്കണം. പിന്നെ ആൾസോ ടെമ്പററി ബ്രിഡ്ജായിട്ടും പ്ലോട്ട് കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡിഫക്റ്റ് ഓഫ് ടിമ്പർ. ഡിഫക്റ്റ് ഓഫ് ടിമ്പറിൽ ഫസ്റ്റ് വരുന്നത് ചിപ്പ് മാർക്ക്. ഇപ്പോൾ മാർക്ക് ഓർ സൈൻ ഈസ് പ്ലേസ്ഡ് ബൈ ചിപ്പ് ഫിനിഷ്ഡ് ടിമ്പർ സർഫസ്. ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യാൻ ടിമ്പർ വർക്കിനെ ഫിനിഷ് ചെയ്യുമ്പോൾ വരുന്നതാണ് ചിപ്പ് മാർക്ക് എന്ന് പറയുന്നത്. മേ ബി ഫോംഡ് ബൈ എങ്ങനെ ഉണ്ടാവാം, മെഷീനോട് ഉണ്ടാവാം, ചിസൽ മാർക്ക് ഉണ്ടാവാം. അപ്പിയറൻസിനെ ബാധിക്കുള്ളൂ, സ്ട്രെങ്ത്തിനെ ഒരിക്കലും അത് ബാധിക്കില്ല. പുറമേ കാണുന്ന അപ്പിയറൻസിനെ ബാധിക്കും, പക്ഷേ സ്ട്രെങ്ത്തിനെ ഒരിക്കലും അത് ബാധിക്കില്ല. രണ്ടാമത്താണ് ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇൻപ്രോപ്പർ സോയിങ്, അതായത് ഇൻപ്രോപ്പർ ആയിട്ടുള്ള സോയിങ് കാരണം ടിമ്പറിൽ വരുന്നതാണ് ഡയഗണൽ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. പാരലൽ ആയിട്ട് നമുക്കത് കട്ട് ചെയ്യാം, ക്രോസ് ആയിട്ട് നമുക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്രോസ് ഫൈബർ ആണെങ്കിൽ അതൊരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല. പാരലൽ ഫൈബേഴ്സ് ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ടങ് ഗ്രെയിൻ, അതായത് ഹെവി എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, സർഫസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിപ്രഷൻ, അതായത് കുഴികളാണ് എന്ത് പറയുന്നത്, ടങ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യില്ല, പക്ഷേ അഫക്റ്റ് ചെയ്യുന്നത് അപ്പിയറൻസിനായിരിക്കുന്നു മാത്രം. നെക്സ്റ്റ് വരുന്നതാണ് വെയിൻസ്. ഡ്യൂ ടു ഇംപ്രോപ്പർ സോയിങ് ഓഫ് ടിമ്പർ, ഇംപ്രോപ്പറായിട്ട് സോയിങ് നടക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് വെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിഫക്റ്റ് ആണ് എന്ന് പറയുന്നത് ഡിഫക്റ്റ് ഡ്യൂ ടു ഫംഗസ്. മോയ്സ്ചർ കണ്ടൻറ്റ് 20-നേക്കാട്ടിലും കൂടുതലാണെങ്കിൽ വരാം, അല്ലെങ്കിൽ എയറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലും ഇത് വരും. പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റ് 20-നേക്കാട്ടിലും കുറവാണെങ്കിൽ ഒരിക്കലും എന്ത് അഫക്റ്റ് ചെയ്യില്ല, ഫംഗൽ അറ്റാക്ക് ഉണ്ടാവില്ല. അതിലൊന്നാമത്തെയാണ് ബ്ലൂ സ്ട്രെയിൻ. അതായത് സാപ്പ് വുഡിൽ ബ്ലൂ കളർ വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബ്ലൂ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നത്. സാപ്പ് സ്ട്രെയിൻ ഉണ്ട്, സാപ്പ് വുഡിൽ കളറ് ഡാർക്ക് കളറായിരിക്കുമല്ലോ, ആ കളർ എന്ത് ചെയ്യണം, ഫംഗസ് അറ്റാക്ക് കാരണം ലോസ് ആയി വരുന്നതാണ് എന്ത്, സാപ്പ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡ്രൈ റൂട്ട്. സെർട്ടൈൻ ഫംഗസ് അറ്റാക്ക് ടിമ്പർ ആൻഡ് കൺവേർട്ട് ഇൻ ടു പൗഡർ ഫോം. ടിമ്പർ എന്തായി മാറുക, പൗഡേർഡ് ഫോമിലായി മാറുന്നതിനാണ് എന്ത് പറയുന്നത്, ഡ്രൈ റൂട്ട് എന്ന് പറയുന്നത്. വെറ്റ് റൂട്ട് എന്ന് പറയുന്നത് സം ഫംഗസ് കെമിക്കൽ ഡെപ്പോസിഷൻ കാരണം ടിമ്പർ എന്ത് പറയും, ഗ്രേ ബ്രൗൺ കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, വെറ്റ് റൂട്ട് എന്ന് പറയുന്നത്. ബ്രൗൺ റൂട്ട് ഉണ്ടാവാറുണ്ട്. റൂട്ട് മീൻസ് ഡീക്കെ അല്ലെങ്കിൽ ഡിസീസസ് ഓഫ് ടിമ്പർ എന്നാണ് അർത്ഥം വരുന്നത്. ചില ഫംഗസ് എന്ത് വൈറ്റ് കളർ ലോസസ് ഉണ്ടായിരിക്കാം, അപ്പോൾ ബ്രൗൺ കളർ ലിഗ്നിനായിട്ട് വന്നിട്ട് എന്തായി മാറും, ബ്രൗൺ കളറായിട്ട്, അതായത് ലിഗ്നിൻ ഡിനോമിനേറ്റ് വുഡൻ സി ബ്രൗൺ കളർ, ലിഗ്നിൻ ഉണ്ടാകുമ്പോൾ ബ്രൗൺ കളറായിട്ട് മാറും. ഇനി അത് നേരെ തിരിച്ച് ബ്രൗൺ റൂട്ട് മാറ്റിയിട്ട് വൈറ്റ് റൂട്ട് ആണെച്ചാലോ, ലിഗ്നിൻ എന്തായി മാറും, ബ്രൗൺ കളർ ലോസസ് ഉണ്ടായിരിക്കും. നേരത്തെ ഫംഗസ് അറ്റാക്ക് സെല്ലുലോസിനാണെച്ചാൽ വൈറ്റ് കളർ ആയിരുന്നു, ഇവിടെ എന്താണ്, ലിഗ്നിൻ ആണെച്ചാൽ ബ്രൗൺ കളർ ലോസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും, വൈറ്റ് കളർ ആയിരിക്കും. മറ്റിടത്ത് വന്നത് ബ്രൗൺ കളർ ആണെച്ചാൽ ഇവിടെ വന്നത് എന്താണ്, വൈറ്റ് കളറാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹാർട്ട് റൂട്ട്. ബ്രാഞ്ചസ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്, ഫോംഡ് വെൻ ബ്രാഞ്ചസ്, അതായത് ഇപ്പോൾ വുഡിൻ്റെയൊക്കെ ബ്രാഞ്ചുകൾ, നമ്മൾ ട്രീയുടെയൊക്കെ ബ്രാഞ്ചുകൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് ഏജൻസ് കാരണം, അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന ഏജൻസ് കാരണമാണ് നമുക്കിത് ഈ ഡിസീസസ് ഉണ്ടാവുന്നത്. ഫംഗസ് ഡെവലപ്ഡ് ഹോൾ ഓഫ് ടിമ്പർ, ട്രീസിൽ എന്ത് ചെയ്യും, ടിമ്പറിൽ ഹോൾസ് ഫോം ചെയ്യും. ട്രീ ബിക്കം എ വീക്കാക്കി മാറ്റും. അതേപോലെ ഹോളോ സൗണ്ട് വെൻ ദ സ്ട്രക്ക് വിത്ത് ഹാമർ, അതായത് ഒരു ഹോളോ സൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത്, ട്രീസിന് ഒരു ഹോളോ സൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് നാച്ചുറൽ ഫോഴ്സ് കാരണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബേൾസ, ആൾസോ നോൺ ആസ് എ എസ്ക്രീസ്നസ്. വെൻ ദ ട്രീ ഗെറ്റ് എ ഷോക്ക് ഓർ ഇഞ്ചുറി ഓഫ് യങ് ഏജിൽ തന്നെ ട്രീസിന് ഷോക്കോ ഇഞ്ചറീസോ ഉണ്ടാകുന്നതിനെയാണ് ബേൾസ് എന്ന് വിളിക്കുന്നത്. ഡ്യൂ ടു സച്ച് ആസ് ഇഞ്ചുറി ഗ്രോത്ത് ട്രീ ബിക്കം കംപ്ലീറ്റ് അപ്സെറ്റ്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ടിമ്പർ എന്തായി മാറും, കംപ്ലീറ്റ്ലി അപ്സെറ്റ് ആയിട്ട് മാറും. ഇറഗുലർ പ്രൊജക്ഷൻസ്, അതായത് മരത്തിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വുഡിൻ്റെയൊക്കെ സമയത്ത് ബോഡിയിലൊരു ഇറഗുലർ പോർഷൻ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്, അതിനെയാണ് ബേൾസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന കാലക്സ്, സോഫ്റ്റ് ടിഷ്യൂ അല്ലെങ്കിൽ സ്കിൻ കവറിങ് വൗണ്ട് ഓഫ് ട്രീസ്. സോഫ്റ്റ് ആയിട്ടുള്ള ഇതിലോ ടിഷ്യൂലോ സ്കിന്നിലോ വരുന്നതാണ് എന്ത്, കാലക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കെമിക്കൽ സ്ട്രെയിൻസ്.
വുഡ് സംടൈം ഡിസ്കളർ, വുഡിൽ നമുക്ക് കെമിക്കൽ ആക്ഷൻ കാരണം ചില സമയത്ത് ഡിസ്കളർ വരാറുണ്ട്, അതാണ് കെമിക്കൽ സ്റ്റെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി കോസ്റ്റ് ഗ്രെയിൻ ആണെച്ചാലോ, ട്രീ ഗ്രോ റാപ്പിഡ്ലി, പെട്ടെന്ന് വളരും. ആനുവൽ റിങ് വൈഡായിട്ട് പെട്ടെന്ന് എന്ത് വളരും? ട്രീ വളരും. പക്ഷെ എന്താ ഉണ്ടാവുള്ളൂ? സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കുന്നു മാത്രം. ഡെഡ് വുഡ് ഉണ്ടാവാറുണ്ട്. ടിമ്പർ ഒബ്റ്റെയിൻഡ് ഫ്രം എ ഡെഡ് സ്റ്റാൻഡിങ് ട്രീസ്, ചില സമയത്ത് ടിമ്പറിൽ എന്തുണ്ടാവാറുണ്ട്? ഡെഡ് സ്റ്റാൻഡിങ് ട്രീസ് ഉണ്ടാവാറുണ്ട്, അതാണ് ഡെഡ് വുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡ്രക്സ്നെസ്. വൈറ്റ് ഡീക്കേ സ്പോട്ട് കൺസീൽഡ് ബൈ എ ഹെൽത്തി വുഡിൽ എന്ത് വരാറുണ്ട്? വൈറ്റ് സ്പോട്ടുകൾ വരാറുണ്ട്, അതാണ് ഡ്രക്സ്നെസ്. ഫോക്സിനെസ് പറഞ്ഞാൽ റെഡ് അല്ലെങ്കിൽ യെല്ലോ കളർ വരുന്നതാണ്. അതിൽ ബാഡ് വെന്റിലേഷനും ഓവർ മെച്യൂരിറ്റിയും വരുന്ന സമയത്താണ് ഫോക്സിനെസ് വരാറ്. നെക്സ്റ്റ് വരുന്നതാണ് നോട്ട്. ബേസസ് ഓഫ് കട്ട് ഓഫ് ബ്രാഞ്ച് ഓഫ് ട്രീസ്, ബ്രാഞ്ചിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്താണ് അവിടെ നോട്ട് സാധാരണ കാണാറ്. കണ്ടിന്യൂറ്റി ഓഫ് വുഡ് ഫൈബർ ലോസ്റ്റ് ഡ്യൂ ടു നോട്ട്, അല്ലെങ്കിൽ വീക്ക് ആവും. അപ്പോൾ അവിടുത്തെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട് അത് വീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡാർക്ക് ആൻഡ് സ്ട്രോങ് ആയിരിക്കും അതിനുണ്ടാവുക. ലോസസ് അലൈൻമെൻറ്റ് ഓഫ് ഫൈബറിന് എന്തുണ്ടായിരിക്കും? അലൈൻമെൻറ്റിൻ്റെ ലോസസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഷേക്ക്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കപ്പ് ഷേക്ക്. ക്രാക്ക് ഫോംഡ് ഇൻ എ ആനുവൽ റിംഗ് ഡയറക്ഷനിലായിരിക്കും ഇങ്ങനെ ക്രാക്കുകൾ വരുന്നത്. കർവ്ഡ് ക്രാക്കുകളായും വരുന്നത്. സെപ്പറേറ്റ് പാർഷ്യലി വൺ ആനുവൽ റിംഗ് ഫ്രം അനദർ റിംഗ്, അതായത് ഒന്നിനെ വേറെ ആക്കി മാറ്റും. സെപ്പറേറ്റ് ആവും, പാർഷ്യലി വൺ ആക്കും, അടുത്തത് പാർഷ്യലി വൺ ആക്കും. അങ്ങനെ എവിടെയാണോ കപ്പ് ഷേക്ക് വന്നത് അവിടെ അത് മുറിഞ്ഞു മാറിയിട്ട് വേറെ ഒന്നാക്കിയിട്ട് മാറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് കപ്പ് ഷേക്ക്. ഷേക്കിൽ വരുന്ന ഫസ്റ്റ് വണ്ണ്. നെക്സ്റ്റ് വരുന്ന ഷേക്കിൽ വരുന്നതാണ് റിംഗ് ഷേക്ക്. വെൻ ദ കപ്പ് ഷേക്ക് കവർ എൻറ്റയർ ആനുവൽ റിംഗ്, മറ്റേതിൽ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ, ഇത് എൻറ്റയർലി വരുന്നുണ്ട്. പിന്നെ ഹാർട്ട് ഷേക്ക്. ക്രാക്ക് ഫോംഡ് സെൻറ്റർ ക്രോസ് സെക്ഷൻസ്, സെൻറ്റർ മുതൽ വരുന്നുണ്ട്. എക്സ്റ്റെൻഡ് ഫ്രം പിത്ത് ടു സാപ്പ് വുഡ്, പിത്ത് മുതൽ സാപ്പ് വുഡ് വരെ മെഡുലറി റേസ് പോലെ വരുന്നതാണ്, ഡയറക്ഷനിൽ വരുന്നതാണ് ഹാർട്ട് വുഡ് എന്ന് പറയുന്നത്. ഡ്യൂ ടു മെച്യൂരിറ്റി ഇൻസൈഡ് സ്റ്റാർട്ട് ശ്രിങ്കേജ്, മെച്യൂരിറ്റിനെയൊക്കെ ബാധിക്കാറുണ്ട്. ഡിവൈഡ് ട്രീ ഇൻറ്റു 2 or 4 പാർട്സ്, ഒരു ട്രീനെ തന്നെ 3 അല്ലെങ്കിൽ 4 പാർട്സ് ആക്കാൻ എന്തിനു സാധിക്കും? ഹാർട്ട് ഷേക്കിന് സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാർ ഷേക്ക്. ക്രാക്ക് ഫോംഡ് ബാർക്ക് ടുവേർഡ്സ് സാപ്പ് വുഡ്, എവിടെയാണ്? സാപ്പ് വുഡിലാണ് വരുന്നത്. ക്രാക്ക് അപ് ടു സാപ്പ് ഓൺലി, എവിടെ മാത്രമേ വരുള്ളൂ? സാപ്പിൽ മാത്രമേ വരാറുള്ളൂ. നോട്ട് റീച്ച് എ ഹാർട്ട് ടു പിത്ത്, ഒരിക്കലും അത് ഹാർട്ട് വുഡിലോ പിത്തിലോ റീച്ച് ചെയ്യില്ല. ക്യാൻ റിമൂവ് ഔട്ടർ ഏരിയ ആൻഡ് യൂസസ്, റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഔട്ടർ ഏരിയ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. എക്സ്ട്രീം ഹാർട്ട് ഡ്യൂ ടു എക്സ്ട്രീം ആയിട്ടുള്ള ഹാർട്ട് പോർഷൻ ആണ് ഇതുള്ളത്. പിന്നെ റേഡിയൽ ഷേക്ക് വരാറുണ്ട്. സ്റ്റാർ ഷേക്ക് പോലെ തന്നെയാണ്, ഔട്ടർ സർഫസ് ഈസി ആയിട്ട് ഡ്രൈ ആവും. പിന്നെ ശ്രിങ്കേജ് ഫ്രം ഔട്ടർ ടു ഇന്നർ, ഔട്ടർ മുതൽ ഇന്നർ വരെയാണ് ഇത് വരുന്നത്. ബട്ട് ദേ ആർ ഫൈൻ, ഇറഗുലർ ആൻഡ് ന്യൂമറസ് ആയിരിക്കും. ഫൈൻ ആയിരിക്കും, ഇറഗുലർ ആയിരിക്കും, അതേപോലെ ന്യൂമറസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ബാർക്ക് ടുവേർഡ്സ് സെൻറ്റർ എക്സ്റ്റെൻഡ്, എവിടെ മുതൽ? ബാർക്ക് ടുവേർഡ്സ് സെൻറ്റർ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. ബാർക്ക് ഏറ്റവും ഇന്നർ ബാർക്ക് അല്ലെങ്കിൽ ഔട്ടർ ബാർക്ക് മുതൽ സെൻറ്റർ വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് റേഡിയൽ ഷേക്കിന്. നെക്സ്റ്റ് വരുന്നതാണ് അപ്സെറ്റ്. റപ്ചർ എന്ന് വിളിക്കും, ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് റപ്ചർ. വുഡ് ഫൈബർ ഇഞ്ചുറി ഓർ കംപ്രഷൻ, വുഡ് ഫൈബറിന് ഇഞ്ചുറി അല്ലെങ്കിൽ അത് കംപ്രസ് ആയിരിക്കുന്നതിനെയാണ് അപ്സെറ്റ് എന്ന് വിളിക്കുന്നത്. ഡ്യൂ ടു ഇംപ്രോപ്പർ ഫെല്ലിംഗ് ഓഫ് ട്രീസ്, ഇംപ്രോപ്പർ ആയിട്ടൊരു ഫെല്ലിംഗ് ഉണ്ടായിരിക്കും ട്രീസിന്. നെക്സ്റ്റ് വരുന്നതാണ് വാട്ടർ സ്റ്റെയിന്. വുഡ് സംടൈം ഡിസ്കളർ, വുഡിന് എന്തുണ്ടായിരിക്കും? ചില സമയത്ത് ഡിസ്കളർ ഉണ്ടായിരിക്കും.
ഇറ്റ് കം ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ. എന്ത് കാരണമാണ് അത് വരുന്നത്? വാട്ടറുമായി കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വിൻഡ് ക്രാക്ക്. ഇറ്റ് വുഡ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയറിക് ഏജൻസി, ഇറ്റ് എക്സ്റ്റീരിയർ സർഫസ് സ്ട്രിങ്ക് ഓർ ക്രാക്ക്. വുഡ് അറ്റ്മോസ്ഫിയറിക് ഏജൻസി ആയി തുറന്നിരിക്കുന്നത് കാരണം എക്സ്റ്റീരിയർ സർഫസിൽ എന്തുണ്ടാവാം? ക്രാക്ക് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കും. എക്സ്റ്റീരിയർ ഏജൻസി ആയ വിൻഡ് കാരണമാണ് അവിടെ എന്ത് വന്നത്? വിൻഡ് ക്രാക്ക് വന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇൻസെക്ട്സ്. ഇൻസെക്ട്സ് കാരണം എന്ത് വരാറുണ്ട്? ടിമ്പറിന് ഡിഫക്റ്റ് വരാറുണ്ട്. ഒന്നാമത്താണ് ബീറ്റിൽസ്. ക്രിയേറ്റ് എ ഹോൾ വുഡിൽ ഹോൾ വരാറുണ്ട്. ഫോർ ഫുഡിന് വേണ്ടിയിട്ട് ചില ഇൻസെക്ട്സ് പൗഡേർഡ് ഫോമിനെ വുഡിലാക്കാറുണ്ട്. അതാണ് ബീറ്റ്ലെസ്. പിന്നെ മറൈൻ ബോർഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ സാൾട്ടി വാട്ടറൊക്കെ എന്തിലേക്ക് വരും? ടിമ്പറിനെ ഷെൽട്ടർ ആക്കിയിട്ട്, അതായത് മറൈനിൽ താമസിക്കുന്ന കുറച്ച് ഇൻസെക്ട്സുകൾ ഉണ്ടായിരിക്കും. അവിടെ ടിമ്പർ ഹോൾസിൽ എന്തുണ്ടാകും? അവരവരെ ഷെൽട്ടർ ഉണ്ടാക്കും. അന്നേരം സാൾട്ടി വാട്ടർ ടിമ്പറിൽ വന്നിട്ട് ഫംഗസ് അറ്റാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്? ടെർമൈറ്റ്, വൈറ്റ് ഹണ്ടേഴ്സ് കാരണം. പിന്നെ വരുന്നതാണ് സീസണിങ് കാരണമുള്ള ഡിഫക്റ്റ്. ഒന്നാണ് ചെക്ക്. ക്രാക്ക് വിത്ത് സെപ്പറേറ്റഡ് ഫൈബറിനെ എന്താക്കുക? ഫൈബേഴ്സ് ഓഫ് വുഡ്. ഇപ്പോൾ ഒരു ഫൈബറിൽ നമുക്ക് എന്ത് വരാറുണ്ട്? ക്രാക്കുകൾ ഇങ്ങനെ ഫോം ആറുണ്ട്. നോക്കി നോക്കുക, ഒരു വുഡിൻ്റെ ഫൈബറിലാണ് ഒരു ക്രാക്ക് വന്നിട്ടുള്ളത്. പിന്നെ നോട്ട് എക്സ്റ്റെൻഡ് വൺ ടു അതർ. ഒരു ഫൈബർ ലെയറിന് അടുത്തൊരു ഫൈബർ ലെയറിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? അത് എക്സ്റ്റെൻഡ് ചെയ്യില്ല. നെക്സ്റ്റ് വരുന്നതാണ് സ്പ്ലിറ്റ്. വെൻ ദ ക്രാക്ക് എക്സ്റ്റെൻഡ് വൺ എൻഡ് ടു അനദർ. ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രാക്ക് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്പ്ലിറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നത് കപ്പ്. കർവേച്ചർ ഫോംഡ് ഇൻ എ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കർവേച്ചർ ഫോം ചെയ്യുന്നതിനെ അതിനെ വിളിക്കുന്നതാണ് കപ്പ്. ബോ. കർവേച്ചർ ഫോംഡ് ഇൻ എ ഡയറക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് ടിമ്പർ. ലെങ്ത് ഓഫ് ടിമ്പറിൽ കർവേച്ചർ ഫോം ചെയ്യുന്നതിനെ ബോ എന്ന് വിളിക്കും. പിന്നെ വരുന്നതാണ് ട്വിസ്റ്റ്. വെൻ ദ പീസ് ഓഫ് ടിമ്പർ ഗെറ്റ് സ്പൈറലി ഡിസ്ട്രോയിഡ് എലോങ് ഇറ്റ്സ് ലെങ്ത്. ലെങ്ത് വൈസ് എന്ത് വരും? ഒരു ട്വിസ്റ്റ് വരും. അതിനെയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. വാർപ്പ്. വെൻ ദ പീസ് ഓഫ് ടിമ്പർ ആസ് എ ട്വിസ്റ്റഡ് ഔട്ട് ഷേപ്പ്. പുറംഭാഗത്ത് എന്ത് വരും? ട്വിസ്റ്റ് വരുന്നതിനെയാണ് വാർപ്പ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കൊളാപ്സ്. ഡ്യൂ ടു അൺഈവൻ ശ്രിങ്കേജ് കാരണം വുഡ് ചില സമയങ്ങളിൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് കൊളാപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കേസ് ഹാർഡനിങ്. എക്സ്പോസ്ഡ് സർഫസ് ഓഫ് ടിമ്പർ ഡ്രൈഡ് റാപ്പിഡ്ലി അണ്ടർ ദ കംപ്രഷൻ കാരണം എക്സ്പോസ്ഡ് സർഫസ് പെട്ടെന്ന് എന്താവാനുള്ള ചാൻസ് ഉണ്ട്? ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് കേസ് ഹാർഡനിങ് പറഞ്ഞത്. ഇൻറ്റീരിയർ സർഫസ് നോട്ട് കംപ്ലീറ്റ്ലി ഡ്രൈഡ് അണ്ടർ ദ ടെൻഷൻ. പക്ഷേ ഇൻറ്റീരിയർ സർഫസ് നോട്ട് കംപ്ലീറ്റ്ലി, ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് എന്താവില്ല? ഡ്രൈഡ് ആവില്ല അണ്ടർ ടെൻഷൻ കാരണം. പക്ഷേ കംപ്രഷൻ കാരണം എക്സ്പോസ്ഡ് സർഫസ് എന്താവാനുണ്ട്? പെട്ടെന്ന് റാപ്പിഡ്ലി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ ഡിഫക്റ്റ്. ഇനി സീസണിങ് ഓഫ് ടിമ്പർ. ന്യൂലി ഫെൽഡ് ട്രീസ് ആണെച്ചാൽ അതിൽ 50% വാട്ടർ ഫ്രം ദ സാപ്പിൽ എന്ത് പാടില്ല? 50% കൂടുതൽ വാട്ടർ ഒരിക്കലും ന്യൂലി ഫെൽഡ്, അതായത് ന്യൂ ആയി കട്ട് ചെയ്തിട്ടുള്ള ടിമ്പറിൽ ഒരിക്കലും പാടില്ല. വാട്ടർ ഈസ് ഇൻ ദ ഫോം ഓഫ് സാപ്പ് ആൻഡ് മോയ്സ്ചർ. സാപ്പായിട്ട് അതിന് മോയ്സ്ചറായിട്ടാണ് വാട്ടർ ഫോം ചെയ്യുക. ടു യൂസ് ഓഫ് ടിമ്പർ ഫോർ എഞ്ചിനീയറിംഗ് പർപ്പസ് വാട്ടർ ഷുഡ് ബി റിമൂവ്ഡ്. എഞ്ചിനീയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ വാട്ടർ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. ടിമ്പർ ഡ്രൈ ആക്കണം. പ്രോസസ് ഓഫ് ഡ്രൈയിങ് ടിമ്പർ ഈസ് റിമൂവ്ഡ് വാട്ടർ ഈസ് നോൺ ആസ് സീസണിങ്. ഇങ്ങനെ ടിമ്പറിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സീസണിങ് ഓഫ് ടിമ്പർ. ഇനി ഒബ്ജക്റ്റീവ് ഉണ്ട്. ടിമ്പറിൻ്റെ സീസണിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്തിന്? എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഫിറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ടിമ്പർ പെട്ടെന്ന് ബേൺ ചെയ്യാനും ഒരു ഫ്യൂവലായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്ട്രെങ്ത് ഉണ്ടാവാൻ, ഹാർഡ്നെസ്, സ്റ്റിഫ്നെസ്, ഇലക്ട്രിക് റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സീസണിങ് ചെയ്യുന്നത്. അതേപോലെ ക്രാക്ക് ടു റെഡ്യൂസ് ചെയ്യും. എന്ത്? ക്രാക്ക്, ശ്രിങ്കേജ്, വാർപ്പ് ഇതൊക്കെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. പിന്നെ എന്ത് പറയും? യൂസ്ലെസ് വെയിറ്റ് ഓഫ് ടിമ്പർ റെഡ്യൂസ് ചെയ്യും. യൂസ്ലെസ് വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും.
ടു മേക്ക് ദ ടിമ്പർ സേഫ് അറ്റാക്ക് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ഫംഗസ്. ഇൻസെക്ട്സിനും ഫംഗസിനും എന്ത് ചെയ്യും? ടിമ്പറിനെ സേഫ് ആക്കും. ഇംപ്രൂവ് വർക്കബിലിറ്റി കൂട്ടാൻ സാധിക്കും. 2 ടൈപ്പ് മെത്തേഡുകളാണ് നാച്ചുറൽ സീസണിങ്ങും ആർട്ടിഫിഷ്യൽ സീസണിങ്ങും. നാച്ചുറൽ സീസൺ ടിമ്പർ ക്യാരിഡ് ഔട്ട് ബൈ നാച്ചുറലി എയർ ഓർ വാട്ടർ റിമൂവ്ഡ്. അതാണ് നാച്ചുറൽ സീസണിങ് എന്ന് പറഞ്ഞത്. വാട്ടർ സീസൺ ടിമ്പർ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ ഫ്ലോ വിച്ച് ഹെൽപ്പ് ഓഫ് റിമൂവ്ഡ് സാപ്പ് പ്രസൻറ്റ് ഇൻ ദ ടിമ്പർ അലോ ടിമ്പർ ഈസ് ഡ്രൈ ഫോർ 2 to 4 വീക്ക്. 2 to 4 വീക്കിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്? വാട്ടറിനെ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് ഇമേഴ്സ് ചെയ്തിട്ടിട്ട് റിമൂവ് സാപ്പ് പ്രസൻറ്റ് ഇൻ ദ ടിമ്പർ. റിമൂവ് സാപ്പ്, ടിമ്പറിൽ നിന്നുള്ള സാപ്പിനെ റിമൂവ് ചെയ്യാണ് 2 to 4 വീക്ക് വരെ. എന്നിട്ട് എന്ത് ചെയ്യണം? ടിമ്പറിനെ എന്ത് ചെയ്യാണ്? ഡ്രൈ ആക്കണം 2 to 4 വീക്ക് വരെ. ആദ്യം വെള്ളത്തിൽ മുക്കിയിടും, എന്നിട്ട് 2 to 4 വീക്ക് വരെ അത് ഡ്രൈ ആക്കി മാറ്റും. അതാണ് വാട്ടർ സീസണിങ്. എയർ സീസണിങ് ആണെച്ചാലോ അറേഞ്ച് ടിമ്പർ. നാച്ചുറൽ തന്നെ രണ്ടുണ്ട്, വാട്ടർ സീസണിങ്ങും എയർ സീസണിങ്ങും. അതിൽ വാട്ടറാണ് പറഞ്ഞത്, രണ്ടാമത്തെയാണ് എയർ. അറേഞ്ച് ടിമ്പർ ലോക്സ് ഇൻ എ ലെയർ ഇൻ ദ ഷെഡ്. എയർ ഈസ് സർക്കുലേറ്റഡ് ഫ്രീലി ബിറ്റ്വീൻ ലോക്സ്, മോയ്സ്ചർ റെഡ്യൂസ്ഡ്. അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ ഇങ്ങനെ പാസ് ചെയ്യിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ റിമൂവ് ആയിട്ട് പോകും. സ്ലോ പ്രോസസ്സാണ്, ബട്ട് വി ഗെറ്റ് വെൽ സീസണേഡ് ടിമ്പർ. വെൽ സീസണേഡ് ആയി മാറാനും സാധ്യത ഉണ്ട്. ഈ ഫിഗറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നോക്കിയൊക്കെ മനസ്സിലാവും. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ സീസണിങ്ങിലാണ് ബോയിലിംഗ്, കെമിക്കൽ, ക്ലീൻ, ഇലക്ട്രിക്കൽ. അതിൽ ബോയിലിങ്ങിൽ വരുന്നതാണ് ടിമ്പർ അലോട്ടഡ് ടു ഡ്രൈ ആഫ്റ്റർ ബോയിലാക്കിയിട്ട് ബോയിലാക്കുക 3 to 4 hours എന്ത് ചെയ്യുക? ബോയിൽ ചെയ്യുക ടിമ്പറിനെ. അതാണ് ബോയിലിംഗ് മെത്തേഡ്. കെമിക്കൽ എന്ന് പറഞ്ഞാൽ ടിമ്പർ സ്റ്റോർഡ് ഇൻ എ സാൾട്ട് സൊല്യൂഷനിൽ ടിമ്പറിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. സാൾട്ട് അബ്സോർബ്ഡ് വാട്ടർ, സാൾട്ട് എന്ത് ചെയ്യും? വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അതാണ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലീൻ എന്താണെന്ന് വെച്ചാൽ ടിമ്പർ സ്റ്റോർഡ് ഇൻ എ സാൾട്ട് സൊല്യൂഷൻ, ക്ലീനിൽ, അതായത് നമ്മളിപ്പോൾ സിമെൻ്റൊക്കെ ചെയ്യാറുണ്ട്, അതേപോലെ ക്ലീൻ ആക്കാം. ഇലക്ട്രിക്കലാണെന്ന് വെച്ചാൽ ടിമ്പർ സബ്ജക്റ്റഡ് ടു ഹൈ ഫ്രീക്വൻസി AC കറൻറ്റ്. ഹൈ ഫ്രീക്വൻസിയിൽ AC കറൻറ്റ് കടത്തിവിടുന്നതാണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ. അപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് ഓൺ ടിമ്പർ സർഫസ്. ടിമ്പർ സർഫസിൽ ഒരു അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്താണ് പ്രിസർവേഷൻ. ക്യാരിഡ് ഔട്ട് ടു ഇൻക്രീസ് ദ ലൈഫ് ഓഫ് ടിമ്പർ. അതായത് ടിമ്പറിൻ്റെ ലൈഫ് പീരീഡ് കൂട്ടുക എന്നുള്ളത് കൊണ്ടാണ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രിസർവ് ടിമ്പർ ഫോർ ഡിക്കേഡ്. ഒരിക്കലും എന്ത് ചെയ്യില്ല? കേടുപാടുകളൊന്നും സംഭവിക്കില്ല. ഡ്യൂറബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇൻസെക്ട്സിനും ഫംഗസിനും അറ്റാക്കിൽ നിന്നൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രിസർവേറ്റീവ് ടിമ്പർ ടു പോയിസണസ് ഫോർ ഇൻസെക്ട്സ് ആൻഡ് ഫംഗൈ വിത്തൗട്ട് അഫക്റ്റിംഗ് സ്ട്രക്ചറൽ പ്രോപ്പർട്ടി ഓഫ് ടിമ്പർ. പക്ഷേ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസിലൊന്നും വരില്ല. ഇൻസെക്ട്സും ഫംഗസും എന്ത് ചെയ്യും? പോയിസണസ് ആയിട്ടുള്ള ടിമ്പറിനെ പ്രിസർവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ടിമ്പറിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രിസർവേറ്റീവ് ആണ് കോൾ ടാർ. ഹീറ്റ് ആൻഡ് അപ്ലൈ യൂസിങ് ബ്രഷസ്. ഹീറ്റും ചെയ്യാറുണ്ട്. പിന്നെ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? അപ്ലൈ യൂസിങ് ബ്രഷസ് യൂസ് ചെയ്തിട്ടാണ്. ACU അത് വെച്ചാൽ ആർസനിക്, കോപ്പർ, ക്രോമിയം, ഇതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. പൗഡേർഡ് ഡിസോൾവ്ഡ് വാട്ടർ ആൻഡ് അപ്ലൈ ഫോർ സ്പ്രേയിങ്. പൗഡേർഡ് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്? വാട്ടറിൽ ചേർക്കുകയാണ്, എന്നിട്ട് അതിനെ സ്പ്രേയിങ് ചെയ്യാണ്. കെമിക്കൽ സാൾട്ട് ഉണ്ട്, അത് CuSO4 അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഓയിൽ പെയിൻറ് കൊടുക്കാറുണ്ട്. അപ്ലൈഡ് യൂസിങ് ബ്രഷസ് വഴിയാണ് അത് കൊടുക്കുന്നത്. പിന്നെ യൂസസ് ഓഫ് ബാംബു ഇൻ കൺസ്ട്രക്ഷൻ. ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. റൂഫിങ്, വാൾസ്, സ്കഫോൾഡിങ്, ഡോർസ് ആൻഡ് വിൻഡോസിനൊക്കെ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബാംബൂസ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വരുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് ലൈം. ലൈം ഈസ് എ ബൈൻഡിങ് മെറ്റീരിയൽ വിച്ച് പ്രൊഡ്യൂസ്ഡ് ഫ്രം ലൈംസ്റ്റോൺ ബൈ ഹീറ്റിംഗ് ഓഫ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിനെ ലൈംസ്റ്റോണിനെ ഹീറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ് ലൈം എന്ന് പറയുന്നത്. 90 ഡിഗ്രി സെൽഷ്യസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. CuSO3നെ CaOയും CO2 ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ലൈം എന്ന് പറയുന്നത്.
അവൈലബിലിറ്റി ലൈം സ്റ്റോണെന്ന് കിട്ടാം, ബെഡ് ഓഫ് റിവറിന്ന് കിട്ടാം, ഖങ്കാർന്ന് കിട്ടാം, ഷെൽ ഓർ സീ അനിമൽസ് എന്നൊക്കെ നമുക്ക് എന്ത് കിട്ടാം, ലൈം കിട്ടും. ലൈം ഈസ് ക്ലാസിഫൈഡ് ബേസിസ് ഓഫ് ക്ലേ കണ്ടന്റിനനുസരിച്ച് ലൈമിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫാറ്റ് ലൈം എന്ന് പറഞ്ഞാൽ 5% ക്ലേ ആയിരിക്കും. ഹൈഡ്രോളിക് ലൈം ആണെച്ചാൽ 5 to 30% ക്ലേ ആയിരിക്കും. പുവർ ലൈം ആണെച്ചാൽ ക്ലേ കണ്ടന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 30% ആണെച്ചാൽ അത് പുവർ ലൈം ആയിരിക്കും. ഇനി ഹൈഡ്രോളിക് ലൈമിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫീബ്ലി, മോഡറേറ്റ്ലി, എമിനൻ്റ്ലി. ഫീബ്ലി ആണെച്ചാൽ 5 to 10% ക്ലേ ആയിരിക്കും. മോഡറേറ്റ്ലി ആണെച്ചാൽ 10 to 20% ക്ലേ കണ്ടന്റ് ആയിരിക്കും. എമിനൻ്റ്ലി ആണെച്ചാൽ 20 to 30% ക്ലേ ആയിരിക്കും. ഇനി മാനുഫാക്ചറിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ട്രാൻസ്പോർട്ടിങ് ഓഫ് ലൈം സ്റ്റോൺ, കളക്ട് ചെയ്യുക എന്നിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക ലൈം സ്റ്റോണിനെ, എന്നിട്ട് ഫ്യൂവൽസ് കളക്ട് ചെയ്യുക, വുഡ്, കോൾ ഡസ്റ്റ് ഒക്കെ. ബേണിംഗ് ദ ലൈം സ്റ്റോൺ, എന്നിട്ട് ബേണിങ് ചെയ്യുക, ക്ലിനിലോ ക്ലാമ്പിലോ വെച്ചിട്ട് ബേൺ ചെയ്യുക, പിന്നെ സ്ലൈക്കിങ് ചെയ്യുക. അതിൽ വന്നാണ് കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടിങ് ഓഫ് ലൈം സ്റ്റോൺ. ലൈം സ്റ്റോൺ എന്ത് റിക്വയർ ക്വാണ്ടിറ്റി കളക്ട് ചെയ്യുക, വർക്കിംഗ് സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്യാം. ഇൻ കേസ് ഓഫ് ഫാറ്റ് ലൈം ടു പെർസെൻറ്റേജ് ഓഫ് ഇമ്പ്യൂരിറ്റി 5%, അതിൽ 5% മാത്രമേ ഇമ്പ്യൂരിറ്റി പാടുള്ളൂ. ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഫാറ്റ് ലൈം പ്യുവർ ലൈം സ്റ്റോൺ ഷുഡ് ബി യൂസ്ഡ്. മാനുഫാക്ചർ ചെയ്യുന്ന ഫാറ്റ് ലൈം പ്യുവർ ലൈം സ്റ്റോൺ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി കളക്ടിങ് ദ ഫ്യൂവൽസ് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാം. ദ ഫ്യൂവൽ യൂസ്ഡ് ബേണിംഗ് ഓഫ് ലൈം സ്റ്റോൺ ഷുഡ് ബി വുഡ്, കോൾ ഡസ്റ്റ്, കൗ ഡസ്റ്റ്. ഫ്യൂവൽസ് എന്താണ് നമ്മൾ കളക്ട് ചെയ്യാൻ രണ്ടാമത് ചെയ്യേണ്ടത്, അത് വുഡ് ആവാം, കോൾ ഡസ്റ്റ് ആവാം, കൗ ഡസ്റ്റ് ആവാം, എന്തും ആവാം. പിന്നെ ബേണിംഗ് ഓഫ് ലൈം സ്റ്റോൺസ് ക്ലാമ്പിലോ ക്ലിനിലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബേൺ ചെയ്യുക. ക്ലാമ്പ് ഈസ് എ ടെമ്പററി ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. റൂറൽ ഏരിയാസിലൊക്കെ കാണുന്ന ടെമ്പററി ആണ്. ക്ലിൻ ആർ പെർമനൻറ്റ് സ്ട്രക്ചറാണ് ക്ലിൻ എന്ന് പറയുന്നത്. മേ ബി ഇൻ്റർമീഡിയറ്റ് ടൈപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈപ്പ് ആയിരിക്കും, കണ്ടിന്യൂസ് പ്രോസസ്സ് നടക്കുന്നതായിരിക്കും. ഡ്യൂറിങ് ബേണിംഗ് ഓഫ് ലൈം സ്റ്റോൺ CaCO3 ചേഞ്ച് ടു CaO + CO2 ആയി മാറും. CaO എന്ന് പറയുന്നതാണ് ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. ലൈംസ്റ്റോണെയാണ് CaCO3. നെക്സ്റ്റ് വരുന്നതാണ് സ്ലൈക്കിംഗ് പ്രോസസ്സ്. ഇൻ ദ പ്രസൻസ് ഓഫ് ആഡിങ് വാട്ടർ ടു കാൽഷ്യം ഓക്സൈഡിൽ വാട്ടർ ആഡ് ചെയ്യാം ടു പ്രൊഡ്യൂസ് എ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റെഫർ ടു ഹൈഡ്രേഷൻ പ്രോസസ്സ്. അതായത് നമ്മൾ കാൽഷ്യം ഓക്സൈഡിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. ദ പ്രോസസ് ഓഫ് വാട്ടർ കാൽഷ്യം ഓക്സൈഡിൽ ടു പ്രൊഡ്യൂസ് ചെയ്യും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ലൈം സ്ലൈക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി യൂസസുകൾ എന്തൊക്കെ യൂസസുകളാണ്? മോട്ടോർ, അതായത് ഇപ്പോൾ യൂസ്ഡ് മേക്ക് എ മോട്ടോറിനെ പ്ലാസ്റ്ററിങ് ആൻഡ് പോയിൻറ്റിങ് വൈറ്റ് വാഷിനൊക്കെ നമുക്ക് ലൈം യൂസ് ചെയ്യാം. മേക്കിംഗ് കോൺക്രീറ്റ്, ഫൗണ്ടേഷനിൽ കോൺക്രീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്ലോറിലൊക്കെ കോൺക്രീറ്റ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. യൂസ്ഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷന് സാധിക്കും. അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യാം. പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ്സിന് യൂസ് ചെയ്യാം. സ്റ്റീൽ മാനുഫാക്ചറിന് യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്.